പ്രധാനമന്ത്രിയുടെ പരിപാടി ഈ കൊല്ലത്തെ കാലത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് അറിയണമെന്നുള്ളൊരു ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി വരുന്നത്. അറിയത്തില്ല, നമുക്കൊന്നും അറിയില്ല. ഔദ്യോഗികമായിട്ട് അറിയാത്ത കാര്യമായോണ്ടാണ് പറയാത്തത്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ഫെബ്രുവരി 2-ന് ഉദ്ഘാടനം തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനെ മറികടന്ന് NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുവെന്നാണ് CPM-ന്റെ ആരോപണം. ഇത് NK പ്രേമചന്ദ്രനും BJP നേതാക്കളുമായുള്ള ധാരണ പ്രകാരമാണെന്നും CPM ആരോപിക്കുന്നു. പഴയകാലത്ത് തുടങ്ങിവെച്ച BJP-യുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ ശക്തിയായ നിലയിൽ കൊണ്ടുപോകുന്ന നിലയിലത്തേക്കാണ് BJP നേതാക്കന്മാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടാതെ കൊല്ലത്തെ MP ബന്ധപ്പെട്ടിട്ടുള്ളൂ. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കൊല്ലം ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് LDF ആണെന്നും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് NK പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നതെന്നും CPM ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെതിരെ ബൈപ്പാസ് വിവാദം പ്രചരണായുധമാക്കാനും CPM ലക്ഷ്യമിടുന്നു. എന്നാൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ ഇനി അവിടെ ലൈറ്റിൻ്റെ കാര്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ. ജനുവരി 15-ന് വൈകിട്ട് 5:30-ക്കാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി NK പ്രേമചന്ദ്രൻ MP-യാണ് മാധ്യമങ്ങളെ ആദ്യം അറിയിച്ചത്. ന്യൂസ് 18 കൊല്ലം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനം വിളിക്കാതെ തന്നെ കൊല്ലം ബൈപ്പാസ് തുറക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നാണ് CPM-ന്റെ ആരോപണം. പിണറായിയെ ബൈപ്പാസ് ചെയ്തു NK പ്രേമചന്ദ്രൻ. മോദിയെ കൊണ്ടുവരുന്നതിലൂടെ പ്രേമചന്ദ്രന് രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ആരോപിക്കുമ്പോൾ ഉദ്ഘാടനം സംസ്ഥാനം മനഃപൂർവ്വം വൈകിപ്പിച്ചെന്ന ആരോപണത്തിൽ കഴമ്പുട്ടു. പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും. പ്രൈം ഡിബേറ്റിൽ ചേരുന്നു കോൺഗ്രസ് നേതാവ് മുൻ MP ശ്രീ N പീതാംബരക്കുറുപ്പ്, MLA M നൌഷാദ്, CPM നേതാവ് കൊല്ലത്ത് നിന്ന്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജും ടെലിഫോണിൽ RSP നേതാവ് A അസീസിനെയും പ്രതീക്ഷിക്കുന്നു. പ്രൈം ഡിബേറ്റിലേക്കും അതിഥികളിലേക്കും വരാം ഇടവേളയ്ക്ക്. കൊല്ലം ബൈപ്പാസിൽ മുഖ്യമന്ത്രിയെ ബൈപ്പാസ് ചെയ്തു MP. പ്രൈം ഡിബേറ്റ് ചർച്ചയിലേക്ക് കടക്കുന്നു. ആദ്യം കോൺഗ്രസ് നേതാവ് മുൻ MP ശ്രീ പീതാംബരക്കുറുപ്പ് നമുക്കൊപ്പം. ശ്രീ പീതാംബരക്കുറുപ്പ്, കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ താങ്കൾ MP ആയിരുന്ന കാലത്തെ പരിശ്രമം എടുത്തു പറയേണ്ടതാണ്. ഒരു ഘട്ടത്തിൽ സ്ലോ ആയിരുന്ന പദ്ധതി ജീവൻ വെച്ചത് താങ്കൾ MP ആയിരുന്ന കാലത്തു കൂടിയാണ്. പക്ഷേ ബൈപ്പാസിന്റെ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അത് മനഃപൂർവ്വം ഉദ്ഘാടനം വൈകിക്കുകയാണ് എന്നുള്ളൊരു ആരോപണമാണ് കോൺഗ്രസും UDF-ഉം ഉന്നയിച്ചത്. പ്രതികൂട്ടിൽ നിർത്തിയത് CPM-നെയും ഒപ്പം BJP-യും തന്നെ. ജനകീയ ഉദ്ഘാടനം നടത്തും UDF എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴിതാ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് പോയിരിക്കുന്നു അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. കൊല്ലത്തെ ജനങ്ങൾക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം റൂട്ടിലേക്കും പോകുന്ന നാഷണൽ ഹൈവേ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ഏറെ സുഖകരമായ ഒരു യാത്രാ സൗകര്യമാണ്. വളരെ കാലത്തെ പ്രതീക്ഷകൾക്ക് സൗഭാഗ്യത്തോടു കൂടി ആളുകൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പ്രതീക്ഷകളെ പ്രയോജനപ്പെടുത്തക്കവണ്ണം കൊല്ലം ബൈപ്പാസ് പൂർത്തിയായത് ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഈ വിഷയത്തിൽ ഞാൻ വ്യക്തിപരമായി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെയെങ്കിലും പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പരശുരാമനും മഹാബലിയും പരാശരനും ഒഴിച്ച് ബാക്കി എത്രയോ ആളുകൾ, വിഭാഗങ്ങൾ ഇതുമായി അവകാശവാദവുമായി മുന്നോട്ട് വരുമ്പോൾ കഥയറിയുന്ന ആളുകൾ വാസ്തവത്തിൽ ഊറിച്ചിരിച്ചു പോകും. ഇത് 13.5 കിലോമീറ്ററാണ് ഈ ബൈപ്പാസ്. ഈ പ്രപ്പോസൽ 1972 അന്നത്തെ PWD മന്ത്രിയായിരുന്ന ബഹുമാനായ TK ദിവാകരൻ പ്രപ്പോസ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ 3 റീച്ചായി ചെയ്ത ഈ വർക്കിൻ്റെ മേവറം അയത്തിൽ 3 കിലോമീറ്റർ, അയത്തിൽ കല്ലുംതാഴം 1.5 കിലോമീറ്റർ, കല്ലുംതാഴം കാവനാട് 9 കിലോമീറ്റർ, 2 റീച്ചായിട്ട് ആദ്യത്തെ 3 കിലോമീറ്ററും പിന്നീടുള്ള 1.5 കിലോമീറ്ററും പൂർത്തിയായി. 3 സാമാന്യം വലിയ പാലങ്ങളോടുകൂടി 9 കിലോമീറ്റർ റോഡ് പൂർത്തിയാക്കാൻ ഏകദേശം 352 കോടി രൂപയാണ് ഒരു സാമാന്യ എസ്റ്റിമേറ്റിൽ അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിച്ചത്. ഇടയ്ക്ക് ബഹുമാന്യനായ അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്
കേന്ദ്ര ഗവൺമെൻറ്റും ബൈപ്പാസ് അതോറിറ്റിയുമായി നടന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഞാൻ അനാദരവോടെ കാണുകയല്ല. അന്നത്തെ ഒരു പൊതുധാരണയിൽ ഹൈവേകൾ വീതി കൂട്ടി സൗകര്യപ്പെടുത്തുകയാണെങ്കിൽ ബൈപ്പാസിൻ്റെ പേരിൽ പണം ദുർവിനിയോഗം ചെയ്യണ്ട എന്നും അതിനുവേണ്ടി സ്ഥലമെടുത്ത് പണം പാഴാക്കണ്ട എന്നും ഒരു ജനറൽ പ്രപ്പോസൽ ഉണ്ടായി. എന്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കൊല്ലത്തെ ബൈപ്പാസ് പ്രവർത്തനം വളരെ കാലം മന്ദീഭവിച്ചു കിടന്നു. ഞാൻ 2009 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കൊല്ലത്ത് ഞാൻ സ്ഥാനാർത്ഥി ആകുന്നത്. പക്ഷേ കൊല്ലം എനിക്ക് വളരെ അടുപ്പവും ബന്ധവുമുള്ള, എന്നെ വാരിക്കോരി സഹായിച്ച നല്ലവരായ മനുഷ്യരുടെ സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ എന്നോട് ഒരു പ്രധാന പത്രപ്രവർത്തകൻ സ്ഥാനാർത്ഥിയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ എന്നോട് ചോദിച്ചു, ബൈപ്പാസ് നടക്കുമോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ അന്തം വിട്ടുപോയി. എനിക്ക് ഈ ബൈപ്പാസിൻ്റെ ഹിസ്റ്ററി ഞാൻ അപ്പോൾ അധികം പഠിച്ചിരുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ നെഞ്ച് തടവി. അദ്ദേഹം പറഞ്ഞു, അതല്ല, ഈ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഈ ബൈപ്പാസ് നടത്തിയിരിക്കുമെന്ന്. ഞാൻ ഇതിൻ്റെ ആഴത്തിൽ കിടക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർക്കാതെ മനസ്സെന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ പറയാൻ. തീർച്ചയായും ശ്രീ പീതാംബരക്കുറുപ്പ്, അങ്ങനെയാണ് UDF ബൈപ്പാസിന്റെ ഒരു ചരിത്രം വ്യാഖ്യാനിക്കുന്നതെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വിവാദം, NK പ്രേമചന്ദ്രൻ MP ഇതിനകത്തെടുത്തിരിക്കുന്ന പരിശ്രമം, എഫർട്ട്, അദ്ദേഹം തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. അതിനു മുൻപ് പൊതുമരാമത്ത് മന്ത്രി പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ഉദ്ഘാടനം ചെയ്യുക എന്ന്. അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇത് കടക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ സാങ്കത്യമുണ്ടോ? ഞാനാണ് ഉത്തരം പറയേണ്ടത്. തീർച്ചയായും. അപ്പോൾ കൊല്ലത്തെ ജനപ്രതിനിധി പാർലമെന്റ് അംഗം ഇപ്പോൾ ശ്രീ പ്രേമചന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പൂർത്തിയായ ഒരു വർക്ക്, അതിൻ്റെ ചരിത്രത്തിലേക്ക് പിന്നെ വരാം, പൂർത്തിയായ ഒരു വർക്കിൻ്റെ ഉദ്ഘാടനം ഇന്ത്യയുടെ അതിപ്രധാന വ്യക്തിയായ പ്രധാനമന്ത്രി നിർവഹിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. പ്രധാനമന്ത്രിയെ തൻ്റെ നാട്ടിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു മോഹം ഏതൊരു ജനപ്രതിനിധിക്കും ഉണ്ടാകും സ്വാഭാവികമായി. അതായിരിക്കും അദ്ദേഹത്തെ അതിനെ പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഇൻറ്റേണൽ പൊളിറ്റിക്കൽ ക്ലാഷിനെ കുറിച്ച് ഞാനൊരു ശസ്ത്രക്രിയയ്ക്ക് ശ്രമിച്ചുകൂടാ. ഞാൻ അങ്ങനെ ചെയ്യാൻ താല്പര്യപ്പെടുന്നും ഇല്ല. അത്രത്തോളം ഇല്ലല്ലോ ഇതിൻ്റെ അപകടകരമായ സാധ്യതകൾ അല്ലെങ്കിൽ രീതികൾ. ഇത് മറ്റൊന്നാണ്, നമുക്ക് വ്യാഖ്യാനിക്കാം, പക്ഷേ ദുർവ്യാഖ്യാനത്തിന് ഞാൻ ഒരുങ്ങുന്നില്ല. വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. റൈറ്റ്. എന്താണ് വ്യാഖ്യാനത്തിന്? പക്ഷേ സാധ്യതയുണ്ട്. വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. കാരണം രാഷ്ട്രീയ കക്ഷികളാണ്, സംസ്ഥാനവും കേന്ദ്രവും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളും മുന്നണികളുമാണ് ഭരിക്കുന്നത്. അത് സ്വാഭാവികമായി രാഷ്ട്രീയം നിലനിൽക്കുന്ന കാലം വരെ അതിനെപ്പറ്റിയുള്ള ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഒരു തലയിണയിൽ തലവെച്ച് കിടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ തലാണയുടെ ഉപയോഗമില്ലല്ലോ. അതുകൊണ്ട് അത് ഒറ്റ പ്രൊഡക്ഷനിലേ നടക്കൂ. അതുകൊണ്ട് ആളുകൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകണം. അത് നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ മറ്റ് പല കാര്യങ്ങളും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി ഒരുപക്ഷെ നടത്തിയെടുക്കാൻ കഴിയും. അതൊക്കെ ഒരു ജനപ്രതിനിധി ആഗ്രഹിക്കാവുന്ന കാര്യമാണ്. അതിനപ്പുറം ശ്രീ പീതാംബരക്ക്, ശ്രീ M നൗഷാദ്, ഇങ്ങനെ ഒരു വിവാദം നടക്കുന്നത് LDFന്റെ വികസന പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയുള്ളതാണോ? ഇതിനകത്ത് എന്ത് വ്യാഖ്യാനമാണ് രാഷ്ട്രീയപരമായി കൊടുക്കേണ്ടത്? അല്ല, ഒരു വിവാദത്തിനും LDFന്റെ വികസന മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി കഴിയില്ല. ബഹുമാന്യ ശ്രീ കുറുപ്പേട്ടൻ പറഞ്ഞതുപോലെ എത്രയോ പതിറ്റാണ്ടുകളായിട്ടുള്ള കൊല്ലത്തുകാരുടെ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഒന്നാം ഘട്ടം 96 പൂർത്തീകരിച്ചതാണ്. രണ്ടാം ഘട്ടം 2004 P. രാജേന്ദ്രൻ MP ആയിരിക്കുന്ന സമയത്താണ് രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നത്. അതിനുശേഷം ഒച്ചഴയുന്ന വേഗതയിൽ അത് സ്തംഭിച്ചു നിന്നിരുന്നു എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. അതിൽ സ്വാഭാവികമായും അതിൽ UPA ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റുകൾ എടുത്തൊരു നിലപാടുണ്ട്. ഇവിടെ നമുക്ക് 45 മീറ്റർ ദേശീയപാത 45 മീറ്റർ ആക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ തുടർന്നുള്ള ഇതുപോലുള്ള ബൈപ്പാസുകൾക്ക് പണം വിനിയോഗിക്കാൻ കഴിയൂ എന്ന നിലപാട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇത് BOT വ്യവസ്ഥയിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അതിന് ചെന്നൈ ആസ്ഥാനമായ ഒരു സ്ഥാപനത്തെ പഠിക്കാൻ ചുമതലപ്പെടുത്തി. അവർ പക്ഷേ BOT വ്യവസ്ഥ പ്രായോഗികമല്ല എന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ തന്നെ പറഞ്ഞത്, എന്നാൽ റോഡ് അവർ ചെയ്യാം, പാലങ്ങൾ BOT വ്യവസ്ഥയിലാകണം എന്ന നിലപാട് സ്വീകരിച്ചു.
അങ്ങനെ ഇത് ആ തരത്തിലെല്ലാം പി രാജേന്ദ്രൻ ഉൾപ്പെടെ ആ തരത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഘട്ടത്തിലാണ് VS-ന്റെ കാലത്ത് 45 മീറ്റർ ആക്കാം എന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് കേന്ദ്രം ഇത് അനുവദിക്കാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ 2014 രണ്ടാം UPA ഗവൺമെന്റാണ് 50-50 എന്നുള്ള ഈ ആശയത്തിലേക്ക് വരികയും അന്ന് UDF ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. അന്ന് കുറുപ്പിയേട്ടനാണ് MP. ആ സമയത്താണ് ഈ കരാർ ഉണ്ടാകുന്നതും ടെൻഡർ ചെയ്യുന്നതും ആ ഘട്ടത്തിൽ തന്നെയാണ്. അതിലൊന്നും ഞങ്ങളാരും തർക്കവും അഭിപ്രായ വ്യത്യാസവും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ 2014 ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ട് 2016 വരെയുള്ള കാലഘട്ടത്തിൽ 2016 വരെയുള്ള ആ 2 വർഷക്കാലം ബൈപ്പാസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയില്ല. ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് G. സുധാകരന്റെയും അതുപോലെ തന്നെ മേഴ്സിക്കുട്ടി അമ്മയുടെയും നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഇത് വേഗത്തിലാക്കിയത്. ഇപ്പോ ആര് ഉദ്ഘാടനം ചെയ്താലും ആരെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിച്ചാലും ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടെങ്കിൽ പണി പൂർത്തിയാവണ്ടേ? അപ്പൊ പണി പൂർത്തിയാക്കിയത് കൊണ്ടാണ് പ്രധാനമന്ത്രിക്കായാലും ഉദ്ഘാടനം ചെയ്യാൻ അവസരമുണ്ടായത്. അത് മറന്നുകൊണ്ട് ഉദ്ഘാടനം വിവാദം എന്ന് പറഞ്ഞാൽ മതിയോ? പണി പൂർത്തിയാക്കി ആ പ്രവർത്തനങ്ങൾ നടത്തി. ഒട്ടേറെ കടമ്പകൾ ഉണ്ടായിരുന്നു. ഇതിലിപ്പോ മണ്ണിന്റെ ലഭ്യത നിങ്ങൾ മനസ്സിലാക്കേണ്ട. ആദ്യം നമ്മുടെ കൊട്ടാരക്കരയിലെ നവോദയ സ്കൂളുണ്ട്. അവരുടെ ഒരു 10 ഏക്കർ സ്ഥലത്ത് നിന്നും മണ്ണെടുക്കാം. അപ്പൊ മണ്ണെടുത്ത് മാറ്റി അവർക്ക് ഗ്രൗണ്ട് റെഡിയാക്കി കൊടുക്കണം. ആ തരത്തിലുള്ളൊരു കരാറ് വെച്ചിട്ട് അതിന്റെ അനുമതിക്ക് വേണ്ടി കയറി ഇറങ്ങി നടന്നപ്പോൾ അത് വീണ്ടും വൈകുന്ന ഒരു ഘട്ടത്തിൽ മേഴ്സിക്കുട്ടി അമ്മയുടെ നേതൃത്വത്തിൽ കൂടിയൊരു മീറ്റിംഗിലാണ് അത് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇനി അതിന്റെ പിറകെ പോയാൽ ചിലപ്പോൾ അനുമതിക്ക് സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് സ്വകാര്യ മേഖലയിലുള്ള വസ്തുക്കൾ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ കോൺട്രാക്ടർമാരോട് പറഞ്ഞു. അവർ യഥാർത്ഥത്തിൽ 11 സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്തു. അതിൽ 6 എണ്ണത്തിന് ജിയോളജിയുടെ അനുവാദം, മണ്ണെടുക്കാനുള്ള അനുവാദം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിനെ തുടർന്നാണ് ഇത് വേഗത്തിലായത്. അപ്പോൾ മണ്ണെടുപ്പ് ഒരു സൈറ്റിൽ തീരുമ്പോൾ അടുത്ത സൈറ്റിൽ തുടങ്ങും. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി വളരെ വേഗത്തിൽ കഴിഞ്ഞ 2018 ഓഗസ്റ്റിൽ ഇത് ഉദ്ഘാടനം ചെയ്യണം എന്ന നിലയിൽ തന്നെയാണ്. ആ തരത്തിൽ ഉള്ളൊരു വളരെ ക്ലോസ് മോണിറ്ററിംഗ് ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൊല്ലത്തിന്റെ ചുമതലയുള്ള മന്ത്രിയും വളരെ ക്ലോസ് മോണിറ്ററിംഗ് നടത്തിയത്. കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ ദേശീയപാത വിഭാഗമാണ് ഈ പണികൾ ചെയ്യിപ്പിക്കുന്നത്. അത് ഈ നാട്ടിലുള്ള മുഴുവൻ പേർക്കും അറിയാം. നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൊല്ലത്ത് വന്ന് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മേഴ്സിക്കുട്ടി അമ്മ കൊല്ലത്തിന്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായി ഇത് യാഥാർത്ഥ്യമായപ്പോൾ ഇനി അവിടെ ലൈറ്റിന്റെ പണികൾ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. പക്ഷേ 13 കിലോമീറ്റർ വരുന്ന ഈ ബൈപ്പാസിൽ നമുക്ക് വഴിവിളക്കുകൾ ഇല്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. ആ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശമാണ് കഴിഞ്ഞ നവംബറിൽ മീറ്റിംഗ് കൂടിയപ്പോൾ G. സുധാകരൻ നിർദ്ദേശിച്ചത്. അതായത് CPM പറയുന്ന പോലെ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ദ്രുതഗതിയിൽ നടന്നത്. പിന്നീടുണ്ടായ UDF സർക്കാരിന്റെ 5 വർഷം ഈ പദ്ധതി ഇഴഞ്ഞു. പിന്നീട് അടുത്ത LDF സർക്കാർ വന്നപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ 50% തുക നീക്കിവെച്ചുകൊണ്ട് ഇതിന് നിർമ്മാണം പൂർത്തിയാക്കി. അങ്ങനെ ഇതിന് പരിശ്രമിച്ച LDF-ന്റെ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ക്ഷണിക്കാതെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നത് ശരിയല്ല എന്ന് തങ്ങളടക്കമുള്ള ഇടത് MLA-മാർ പറയുകയും ചെയ്തതാണ്. അപ്പോഴാണ് പുതിയ രാഷ്ട്രീയ വിവാദം ബൈപ്പാസിനെ തുടർന്ന് ഈ രീതിയിലേക്ക് മാറുന്നത്. അല്ല, ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് സാധാരണഗതിയിൽ നമ്മളാണ് വിളിക്കേണ്ടത്. പക്ഷേ ഞാൻ ആ ഉദ്ഘാടനത്തിന് വരാൻ തയ്യാറാണെന്ന് ഒരു പ്രധാനമന്ത്രി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ വിവാദത്തിലേക്കൊന്നുമില്ല. പ്രധാനമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്തുകൂടെ? അതായിക്കോട്ടെ. പക്ഷേ ഈ പറയപ്പെടുന്ന ഈ പ്രവർത്തനത്തിൽ എവിടെയും തന്നെ കൊല്ലത്തുകാർ MP-യെ കണ്ടിട്ടില്ല. ഇടപെടലുകൾ അദ്ദേഹം പ്രസ്താവന യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രസ്താവനകൾ കൊടുത്തൂടെ? വേഗത്തിൽ പൂർത്തിയാക്കണം, അതായത് MP കൃത്യമായി ബൈപ്പാസ് ചെയ്ത് ഇതിനകത്ത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ ഇതിനകത്ത് CPM ആരോപിക്കുന്നു. MP കൃത്യമായ രീതിയിൽ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയായിരുന്നു. അല്ല, MP
സ്വാഭാവികമായിട്ടും പ്രേമേന്ദ്രൻ MP മാത്രം ക്ഷണിച്ചതുകൊണ്ട് പ്രധാനമന്ത്രി വരുമോ? വരത്തില്ല. അത് സ്വാഭാവികമായിട്ടും BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ പ്രേമേന്ദ്രൻ MP പോയി പ്രധാനമന്ത്രിയെ വിളിച്ചതുകൊണ്ട് മാത്രം ഈ തരത്തിൽ പ്രധാനമന്ത്രി എത്തും എന്ന് കരുതുന്നില്ല. അത് സ്വാഭാവികമായിട്ടും BJPയുടെ കൂടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ, ഇടപെടലുകൾ ഇല്ലാതെ വരില്ല. പക്ഷേ അത് വിവാദമാക്കാൻ ഞങ്ങളില്ല. പ്രധാനമന്ത്രി വരുന്നെങ്കിൽ വന്നോട്ടെ. ആര് പ്രധാനമന്ത്രിക്ക് വന്നത് ഉദ്ഘാടനം ചെയ്യാൻ ആ പരുവത്തിൽ ഈ പ്രവൃത്തി എത്തിച്ചത് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള മോണിറ്ററിംഗിന്റെയും അതിശക്തമായ ഇടപെടലുകളുടെയും തുടർന്ന് പണി പൂർത്തീകരിച്ചത് കൊണ്ടാണല്ലോ. അപ്പൊ പണി പൂർത്തീകരിച്ചു. ഉദ്ഘാടനം ആരോ നടത്തട്ടെ, ആര് നടത്തിയാലും ജനങ്ങൾക്ക് അത് തുറന്നു കിട്ടുകയാണ്. അതായത് ശ്രീ നൌഷാദ് ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത്. BJPയുടെ നിലപാട് LDF ഈ വിഷയത്തിനകത്ത് ശ്രീ M നൌഷാദ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയാമല്ലോ. LDF ഇതിനകത്ത് വികസനത്തിൽ നിന്ന് പിറകോട്ട് പോവുകയാണെന്ന് BJP ആരോപിക്കുന്നു. BJPയുടെ നിലപാടിന് സഹായകമായ രീതിയിൽ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിന് അനുസരിച്ചുകൊണ്ട് MP മോദിയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു, പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? അല്ല, സ്വാഭാവികമായി ഞാൻ പറയുന്നത് ഇപ്പൊ 2-ാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞു. 15-ഉം 2-ഉം തമ്മിൽ എന്തോ വ്യത്യാസം ഇരിക്കുന്നു? 15-ഉം 2-ഉം തമ്മിൽ എന്താണ് വ്യത്യാസം ഇരിക്കുന്നത്? ദേശീയപാത ചീഫ് എഞ്ചിനീയർ മിനിസ്റ്റർക്ക് കൊടുത്ത റിപ്പോർട്ട് ജനുവരി അവസാനത്തോടെ മുഴുവൻ പണികളും പൂർത്തിയാകും, ലൈറ്റ് ഒഴികെയുള്ള മുഴുവൻ പണികളും പൂർത്തീകരിക്കും എന്ന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെബ്രുവരി 2 ഉദ്ഘാടനം നടത്തണം. ഈ പണി പൂർത്തീകരിച്ച ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളതല്ലേ ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ നിലപാടതാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഓഗസ്റ്റിൽ, ഫെബ്രുവരിയിലും ജനുവരിയിലേക്കും അല്ല, ഓഗസ്റ്റിൽ ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതിനുള്ള ഒരു ചോദ്യം കൂടെ ശ്രീ എ അസീസ്, ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയാൽ NK പ്രേമചന്ദ്രൻ BJPയുടെ ധാരണ പ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വരുമോ? രാഷ്ട്രീയ ധാരണ പുറത്താണ് എന്ന് ആരോപിക്കപ്പെടുന്നതിൽ എന്താണ് സാങ്കത്യമുള്ളത്? അതിപ്പോ വിവാദമാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതിന്റെ പിതൃത്വം ആർക്ക് വേണമെന്ന് ഉള്ള നിലയിലാണല്ലോ. ഇപ്പം LDF ഗവൺമെന്റ് ആണ് ഇപ്പൊ ഭരിക്കുന്നത്. ഇപ്പം ഭരണം അവർക്ക് ജനവിധി അവർക്ക് അനുകൂലമായി LDF ഭരിക്കുന്നു. 47 കൊല്ലം പിന്നിട്ട ഒരു കാര്യമാണല്ലോ ഈ ബൈപ്പാസ് എന്ന് പറയുന്നത്. ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത് ഇപ്പൊ മാത്രമല്ലല്ലോ. യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ഇപ്പൊ ഗവൺമെന്റുകളെന്ന് പറയുന്നത് മാറി വരും. ഗവൺമെന്റ് തുടർച്ചയാണ്. ഈ യഥാർത്ഥത്തിൽ ഇതിന് ആരംഭം കുറിച്ച TK ദിവാകരനാണ്. TK ദിവാകരൻ 1972 മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആശയമാണ് അദ്ദേഹം തറക്കല്ലിട്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് TK ദിവാകരന് ആണ് ഇതിന്റെ പിതൃത്വം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ TK ദിവാകരന്റെ പേരിടേണ്ടതാണ് ഈ ബൈപ്പാസിന്. TK ദിവാകരന്റെ ഒരു ആശയമായിരുന്നു, അദ്ദേഹത്തിന് ഭാവനയായിരുന്നു, ആരംഭിച്ചതാണ്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇതിന്റെ പ്രവർത്തനമൊന്നും നടന്നില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ആരും പറയുന്നത് തോന്നില്ല. UDF ഗവൺമെന്റ് കാലഘട്ടത്തിൽ നിരന്തരമായി ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതിന്റെ പുറകെ നടന്ന് ഓരോ പ്രാവശ്യവും പ്രവർത്തനങ്ങൾക്ക് ലംഘനം വന്ന അവസരത്തിൽ ആ പ്രവർത്തന ലംഘനങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് പ്രേമേന്ദ്രനാണ്. പ്രേമേന്ദ്രൻ ഇപ്പൊ അവരുടെ കണ്ണിൽ ഒരു കരടാ. അവരെല്ലാ കാര്യത്തിലും പ്രേമേന്ദ്രനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം പ്രേമേന്ദ്രൻ ഇവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം, അല്ലെങ്കിൽ ഇവരുടെ നേതൃത്വത്തിന് സാധിക്കാത്ത കാര്യം പ്രേമേന്ദ്രൻ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സീതാറാം യെച്ചൂരി പോലും കയ്യൊപ്പ് ചാർത്തി പാർലമെന്റിലെ ഏറ്റവും നല്ല പാർലമെന്റേറിയനാണ് MP എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള പ്രേമേന്ദ്രനെ ചാർജ് ചെയ്താണല്ലോ. ഇപ്പൊ പ്രേമേന്ദ്രനാണ് എല്ലാം ഒന്നും ചെയ്യാത്ത, അവിടെ തിരിഞ്ഞു നോക്കാത്ത ഒരാളാണെന്ന് ആണ് ഇപ്പോ പ്രിയപ്പെട്ട നൌഷാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, ഏതായാലും ഇപ്പൊ ഉദ്ഘാടനം നടക്കുന്നല്ലോ. അത് പ്രധാനമന്ത്രി വരുന്നത് ഇപ്പം പ്രേമേന്ദ്രൻ വിചാരിച്ചുകൊണ്ട് മാത്രമല്ലെന്ന് അദ്ദേഹം തന്നെ പറയുന്നല്ലോ. ആര് വിചാരിച്ചാലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ശ്രീ ആസീസ്, നൌഷാദ് പറഞ്ഞത് പ്രേമേന്ദ്രൻ മാത്രം വിചാരിച്ചാൽ പ്രധാനമന്ത്രി വരില്ല, അത് BJPയുടെ ധാരണ പുറത്താണ് ഇങ്ങനെ ഒരു ക്ഷണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് BJPയുമായുള്ള ഒരു ധാരണ പുറത്ത് MP പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു എന്നല്ലേ പറഞ്ഞത് CPM MLA? അത് BJPയുമായിട്ടുള്ള ധാരണ എന്തിന്?
ഞങ്ങൾ BJP-യുമായിട്ട് യാതൊരു ധാരണയില്ലല്ലോ. കാരണം പല കാര്യത്തിലും ധാരണയുള്ളത് CPM-ഉമായിട്ടാണല്ലോ ഇപ്പോ. യഥാർത്ഥത്തിൽ ഇപ്പോ ഈ ശബരിമലയുടെ കാര്യത്തിൽ പോലും ധാരണയുള്ളത് അവരുമായിട്ടാണല്ലോ. ഞങ്ങള് BJP-യുമായി ധാരണ ഉണ്ടാക്കുന്നതിന് ബൈപ്പാസിന്റെ ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിന് ശേഷം അത് ഉദ്ഘാടനം ചെയ്യുന്നത് നീട്ടിവെക്കുന്നതിന് വേണ്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വേണ്ടിയുള്ള ഗൂഢശ്രമങ്ങളായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതിനുവേണ്ടി എന്തെല്ലാം കെണികളെടുക്കാൻ കഴിഞ്ഞ് അവിടെ വഴിവിളക്കില്ല, വഴിവിളക്ക് സ്ഥാപിക്കണം, വഴിവിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ ബൈപ്പാസിന്റെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമായിരുന്നു. പറയുന്നത് പോലെ പൊതുമരാമത്ത് വകുപ്പ് സുധാകരനൊരു മിടുക്കനായ മന്ത്രിയാണ്, കഴിവുറ്റ മന്ത്രിയാണ്, എനിക്കും അറിയാവുന്നതാണ്. ആ ഉദാഹരണം കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് നീട്ടിക്കൊണ്ട് പോയത് എന്തിനാണ്? വീണ്ടും പാർലമെന്റിന്റെ തിരുമുറ്റത്ത് വന്നപ്പോഴും വീണ്ടും അവിടെ ലൈറ്റില്ല എന്ന് പറഞ്ഞ് മറ്റും സാങ്കേതികത്വം പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചപ്പോഴാണല്ലോ നാട്ടിലെ ആളുകൾ വരെ ഇടപെട്ടത്. അതിന് പ്രേമചന്ദ്രന് ഇടപെട്ട് ഏറ്റവും വേഗം അദ്ദേഹത്തിന്റെ പ്രസ്താവന ആർക്കാ നടത്താത്തത്? ഇവരൊക്കെ പ്രസ്താവന നടത്താത്ത ആളുകളാ. മനസ്സിലായില്ലേ? തീർച്ചയായും ശ്രേയാസിസ് ദയവായി തുടരുക. താങ്കളിലേക്ക് തിരികെ വരാം. രാഷ്ട്രീയ നിരീക്ഷകൻ ഞാൻ തിരികെ വരാം. ശ്രേയാസിസ് തുടരുക. രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് കൂടി നമുക്കൊപ്പം ചേർന്നു. ശ്രീ ജേക്കബ് ജോർജ്, കൊല്ലം ബൈപ്പാസ് ജനങ്ങൾക്ക് വേണം, അത് തുറന്നു കൊടുക്കട്ടെ. അതാര് ഉദ്ഘാടനം ചെയ്താലും അത് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യമാണ്. പക്ഷെ വിവാദം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിഷയം തന്നെയാണ്. ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയാൽ NK പ്രേമചന്ദ്രൻ സംഖ്യയാകുമോ എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. ഇതിനകത്ത് മുഖ്യമന്ത്രിയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് MP ഒരു നീക്കം നടത്തിയോ? അതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരൻ എന്ത് ചെയ്താലും അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അവരുടെ അതിനകത്ത് യാതൊരു സംശയമില്ല. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിനകത്തെ നമ്മൾ ഈ മണ്ടും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 71-ലാണ് അസീസ് പറഞ്ഞതുപോലെ 72-ലല്ല 71-ലാണ് ഈ ബൈപ്പാസിൻ്റെ പണി ആരംഭിച്ചത്. പക്ഷേ എത്ര വർഷം, 71 എന്ന് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 2018-ൽ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ 2-2.5 വർഷം ഇവിടെ ഭരിച്ച പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഒരു വലിയ പങ്കുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപിത അജണ്ടകളിലൊന്നായിരുന്നു. കൊല്ലം ആലപ്പുഴ ബൈപ്പാസ്, അതുപോലെ തെർമൽ അറ്റോമിക് എനർജി തമിഴ്നാട്ടിലെ കൽപ്പാക്കം അവിടുന്ന് വൈദ്യുതി കൊണ്ടുവരുന്ന അവസാനത്തൊരു 14 കിലോമീറ്റർ പുതുപ്പള്ളി ഭാഗത്ത് തടസ്സമുണ്ടായിരുന്നു. UDF-ൻ്റെ കാലത്ത് തടസ്സം മാറ്റാൻ കഴിഞ്ഞില്ല. ഉമ്മൻചാണ്ടിയുടെ നാട്ടിലാണെങ്കിൽ പോലും അത് തീർക്കുക. അതിനെക്കാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗെയിൽ പൈപ്പ് ലൈൻ, അങ്ങോട്ട് മംഗലാപുരം വരെയുള്ള പ്രകൃതിവാതക പൈപ്പ്. ഇതൊക്കെ പ്രധാനപ്പെട്ട അജണ്ടകളായിട്ട് പ്രഖ്യാപിച്ചിട്ട് പിണറായി ഗവൺമെൻറ് കൊണ്ടുവന്നാണ്. മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്ത് പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ വെച്ചു. അതിനകത്ത് ഗഡ്കരിയുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട്. ഗഡ്കരി അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞത് ഞങ്ങളുടെ ഗെയിൽ പൈപ്പിലൊന്ന് ശരിയാക്കിത്താം. അത് അദ്ദേഹം ഗഡ്കരി അതേപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടും പറഞ്ഞിട്ടുണ്ട്, ഈ ഗെയിൽ പൈപ്പിലൊന്ന് ശരിയാക്കി തരണം അത്യാവശ്യമായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ എൻ്റെ രാഷ്ട്രീയം അറിയാം. NK പ്രേമചന്ദ്രൻ ഒരു കൊല്ലത്തെ MP ആണ്. അദ്ദേഹം UDF-ൽപ്പെട്ട MP ആണ്. ഇവിടുത്തെ ഗവൺമെൻറ്, മുഖ്യമന്ത്രി, ഗവൺമെൻറ്റല്ലേ, സംസ്ഥാന ഗവൺമെൻറ്റല്ലേ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ മെട്രോ ഉദ്ഘാടനം ചെയ്തു. അതിന് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി തന്നെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി വന്നു, മുഖ്യമന്ത്രിയും കൂടെ പങ്കെടുത്ത ചടങ്ങ് വളരെ ആഘോഷമായ ഒരു ചടങ്ങായിരുന്നു മെട്രോയുടെ ഉദ്ഘാടന ചടങ്ങ്. സാധാരണഗതിക്ക് ഒരു റോഡിൻ്റെ ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി പോയതായിട്ട് ചരിത്രമുണ്ടോ എന്നെനിക്കറിയില്ല. സാധ്യതയില്ല. അപ്പോൾ ഇവിടെ പ്രധാനമന്ത്രി വരുന്നു. ആ പ്രധാനമന്ത്രിയെ NK പ്രേമചന്ദ്രൻ MP ക്ഷണിക്കുന്നു. പ്രധാനമന്ത്രി ആ ക്ഷണം സ്വീകരിക്കുന്നു. പ്രധാനമന്ത്രി ഇങ്ങോട്ട് ഗവൺമെൻറ്റിനെ അറിയിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് അറിയിക്കുന്നു, ഞാൻ തയ്യാറാണ് വരാൻ. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു തീർച്ചയായിട്ടും സ്വാഗതം. കാരണം ഒരു സംസ്ഥാന ഗവൺമെൻറ് ആ മാന്യത പ്രധാനമന്ത്രി താല്പര്യം പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്ഷണിക്കും. ഇവിടെ വരാൻ ഗവൺമെൻറ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും. അത് ചെയ്തു, തെറ്റില്ല. പക്ഷേ ഈസ് ഇറ്റ് പൊളിറ്റിക്കലി കറക്റ്റ്? എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായിട്ട് അത് ശരിയല്ല. NK പ്രേമചന്ദ്രൻ കാണിച്ചത് രാഷ്ട്രീയമായിട്ട് ശരിയല്ല എന്ന് ഒരു നിഷ്പക്ഷമായിട്ട് ഇക്കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. ഇവിടെ തിരുവനന്തപുരത്തെ നമ്മുടെ ഈ News 18 ഇരിക്കുന്ന സ്ഥാപനത്തിൻ്റെ മുന്നേ കൂടെ പോകുന്ന ടെക്നോ പാർക്കിൻ്റെ അടുത്ത് കൂടെ പോകുന്ന ബൈപ്പാസ് ഉണ്ടല്ലോ, കഴക്കൂട്ട് മുതൽ അങ്ങ് കാരോട് വരെയുള്ള ബൈപ്പാസ്. ഇതിന് മുൻകൈയെടുത്തതും ഉത്സാഹിച്ചതും
അങ്ങേയറ്റം ഊർജ്ജത്തോടു കൂടി പ്രവർത്തിച്ചതും ശശി തരൂർ എം പിയാണ്. ശശി തരൂർ എം പി നാളെ പോയി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ശശി തരൂർ ആ ഒരു രാഷ്ട്രീയമായി ഒരു തെറ്റ് ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ശശി തരൂർ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനിത് തന്നെ പറയും. ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? ശശി തരൂർ എം പി, തിരുവനന്തപുരം എം പി, കോൺഗ്രസ് എം പി ചെന്ന് നരേന്ദ്രമോദിയോട് പറയുകയാണ് കാരോട് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി അങ്ങ് വരണമെന്ന് ക്ഷണിക്കുമോ? ചെയ്യത്തില്ല. ഒരു കോൺഗ്രസ്സുകാരനും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനും ഒരു കോൺഗ്രസ് എം പിയും ചെയ്യാൻ അറയ്ക്കുന്ന ഒരു കാര്യം, ചെയ്യാൻ തയ്യാറാകാത്ത ഒരു കാര്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF-ലെ RSP എന്ന പാർട്ടിയുടെ MP ചെയ്യുന്നെങ്കിൽ എന്താണ് അതിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിൽ ചർച്ചയാവുന്നത്. തീർച്ചയായും ഞാൻ ഇടവേളയ്ക്ക് പോകുന്നുണ്ട്. ശ്രീ അസീസ്, ജേക്കബ് ജോർജ് പറഞ്ഞ ആ ഒരു വാദമുണ്ട്, ആ വാദത്തിനുള്ള ഉത്തരം കൂടി വേണം. മണ്ണും ചാരുന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്നുള്ള ഒരു ആരോപണത്തിനപ്പുറത്തേക്ക് ഒരു ബൈപ്പാസ് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി വരുമ്പോൾ വ്യക്തമാകുന്നത് അതിന്റെ രാഷ്ട്രീയവും രാഷ്ട്രീയ താല്പര്യവുമാണ് എന്ന് വരുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് ഉത്തരം പറയേണ്ട ബാധ്യത RSPക്ക് വരുന്നുണ്ടോ? പ്രേമേന്ദ്രൻ ക്ഷണിച്ചാണൊക്കെ വരുന്നതെന്നാണ് സ്ഥാപിക്കുന്നത്. അവർ തന്നെ പറയുന്നല്ലോ. ഇപ്പൊ നേരത്തെ നൗഷാദ് തന്നെ പറഞ്ഞല്ലോ പ്രേമേന്ദ്രൻ മാത്രം വിളിക്കുക വരുന്ന പ്രധാനമന്ത്രി വരില്ലെന്ന്. പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആജ്ഞ അനുസരിച്ചായിരിക്കും. അതിന് പ്രേമേന്ദ്രന്റെ അതാണ് ശ്രീ അസീസ്, അത് തന്നെയാണ് ആരോപണം. അതായത് BJPയുടെ രാഷ്ട്രീയ തീരുമാനത്തിന് അനുകൂലമായി MP ഒരു നിലപാടെടുക്കുന്നു. അതാണ് ആരോപണം, പ്രധാന ആരോപണം അതാണ്. അത് എന്താ എങ്ങനെയാണ് അനുകൂലമായി തീരുമാനം എടുക്കുന്നതെന്നാണ് ഇതിനകത്ത് BJPക്ക് അനുകൂലമായ ഒരു നിലപാട് BJPയെ സഹായിക്കുന്ന ശ്രീ ASIS BJPയെ സഹായിക്കുന്ന BJPയുടെ നിലപാടിനെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കൊല്ലം MP എടുക്കുന്നതെന്ന് പറയുന്നു. ഇത് വിഷയം ആദ്യത്തേതല്ല. ഒരു മൃദു ഹിന്ദു നിലപാട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ആരോപണം നേരത്തെ വന്നില്ലേ? ശബരിമല വിഷയത്തിൽ പോലും NK പ്രേമചന്ദ്രനെ തിരുത്തിയില്ലേ ക്ഷിതി ഗോസ്വാമി വരെ? ജിസി ഗോസ്വാമി ഒന്നും തിരുത്തിയില്ല. അതൊക്കെ ചുമ്മാ ആവശ്യമില്ലാത്ത വാർത്തകൾ ഉണ്ടാക്കിയ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പ്രേമചന്ദ്രനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പ്രേമചന്ദ്രന്റെ കണ്ണിലെ കരടാണ് അവരുടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യത്തിലും അദ്ദേഹം അഭിപ്രായം പ്രകടനം നടത്തുകയും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ട് നിന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന സമ്മതിപത്രം ലഭിച്ച ഒരു MP എന്നുള്ള നിലയിൽ അവർക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നും സഹിക്കാത്ത ഒരാളാണ്. ശ്രീ ASIS, തീർച്ചയായും ഇതിന്റെ ചർച്ചയിലേക്ക് തിരികെ വരാം. രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. ഒന്ന്, മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയിട്ടുണ്ടോ? രണ്ടാമത്തത്, ഈ വിഷയത്തിനകത്ത് ഒരു രാഷ്ട്രീയ നിലപാട് ആരോപണത്തിൽ ഉയർന്നതുപോലെ വ്യക്തമാകുന്നുണ്ടോ? അതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രൈം ഡിബേറ്റ് തുടരുന്നു. ശ്രീ N പീതാംബരക്കുറുപ്പ്, RSP നേതാവ് ASIS പറയുന്നത് പോലെ തന്നെ NK പ്രേമചന്ദ്രൻ MPയെ സംബന്ധിച്ചിടത്തോളം തീരുമാനിക്കാം ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന്. കാരണം ഇടത് സർക്കാർ ഈ ഉദ്ഘാടനം മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒക്ടോബറിൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാമായിരുന്നു. അങ്ങനെയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതിനിടയിൽ ഒരു പാളത്തിൽ വിള്ളലുണ്ടാകുന്നു, വീണ്ടും കാലതാമസം ഉണ്ടാകുന്നു. ഉദ്ഘാടനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വീണ്ടും മന്ത്രി G സുധാകരൻ ഉദ്യോഗസ്ഥരെയും കൂട്ടി സന്ദർശനം നടത്തി. ഇപ്പോൾ വേണ്ടെന്ന് പ്രഖ്യാപിക്കുന്നു. അതിന് പറഞ്ഞ കാരണം വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നായിരുന്നു. വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിൽ കോർപ്പറേഷൻ കാലതാമസം വരുത്തുന്നു, അത് നീട്ടിക്കൊണ്ടുപോകുന്നു. ഫലത്തിൽ ഉദ്ഘാടനം നീട്ടുകയായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ വൈകിപ്പിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ആളിരുത്തി വിളമ്പി വെച്ച ശേഷം ഊണ് വിലക്കുന്നത് ഒരു നല്ല കാര്യമല്ല. ഞാൻ ശ്രീ G സുധാകരനെ ഒന്നും കുറ്റം പറയാൻ ആളല്ല. പക്ഷേ ഈ ബൈപ്പാസിനെ പറ്റിയുള്ള വിവാദങ്ങൾ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇതൊക്കെ മാന്യമായി ഈ സംസ്ഥാനത്ത് ചെയ്യാനുള്ള സംസ്കാരം നമ്മുടെ പൊതുപ്രവർത്തകർക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൽ നല്ലവണ്ണം ജോലി ചെയ്തിട്ടുള്ള ആളാണ്, ഇതിൻ്റെ പിന്നാലെ നിന്നിട്ടുള്ള ആളാണ് ശ്രീ പ്രേമചന്ദ്രൻ, UDF-ന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്. അതിന് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലത്ത് മത്സരിക്കാൻ ചെല്ലുമ്പോൾ ബൈപ്പാസ് നടത്തുമോ എന്ന് ചോദിച്ചു. നടത്തും എന്ന് ഞാൻ ആ തെരുവിൽ ശപഥം ചെയ്തു. ഞാൻ 2014 മെയ് 31 സ്ഥാനമൊഴിയുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ കോൺട്രാക്റ്റ് 382 കോടി രൂപയുടെ കോൺട്രാക്റ്റ് 2014 മെയ് മാസത്തിൽ ഒപ്പിട്ടു. അന്ന് തന്നെ ആ മാസം തന്നെ 2014 ഏപ്രിലിൽ തന്നെ ഇതിൻ്റെ ടെൻഡർ ചെയ്തു, ഒരാളിത് എടുത്തു. കേന്ദ്ര ഗവൺമെൻറ് ആദ്യമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ബൈപ്പാസിൻ്റെ പകുതി പണം സംസ്ഥാന ഗവൺമെൻറ് വഹിക്കണമെന്ന് പറഞ്ഞത്. അക്കാര്യത്തിൽ
സാമ്പത്തിക ദുരിതമുള്ള സമയത്ത് വളരെ വലിയ ഒരു തീരുമാനമാണ് ശ്രീ ഉമ്മൻചാണ്ടി അന്ന് കൈക്കൊണ്ടത്. അദ്ദേഹവും ശ്രീ കെ.എം. മാണിയും കൂടെ ഡൽഹിയിൽ വന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കണ്ട് ഈ പണം ഞങ്ങൾ തന്നുകൊള്ളാമെന്ന് എഴുതി കൊടുത്താണ് ഈ ആസ്പത്രി നടപ്പായത്. അപ്പോൾ സംസ്ഥാനത്താണ് ഈ പണി നടക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സൂപ്പർവിഷൻ ഇതിന് എവിടെയും സ്വാഭാവികമാണ്. അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തു. പിന്നെ ജി സുധാകരൻ വളരെ ചടുലമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്ന ആളാണ്, ഞാൻ കുറ്റം പറയുകയല്ല. ആണെങ്കിൽ പോലും കാര്യങ്ങൾ ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ നൂറ്റാണ്ടിൽ ജനങ്ങൾ ചിരിക്കും കൊല്ലത്തുണ്ടായ ഒരു ബൈപ്പാസ്. ഇതിൻ്റെ പിന്നിൽ 46 കൊല്ലം മരിച്ചു കിടന്ന ഫയൽ സജീവമാക്കാൻ നമ്മുടെ മലയാളികളായ 3 വലിയ ഉദ്യോഗസ്ഥന്മാരും നേതാക്കന്മാർക്ക് പിറകെ നിന്ന് വേണ്ടവണ്ണം ശ്രമിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ടി.കെ. നായർ, അതുപോലെ തന്നെ പ്രസിഡന്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ്, കൊല്ലത്തുകാരൻ തന്നെയായ കൊല്ലത്ത് പോയിലക്കടയിൽ കണക്ഷനുള്ള അവിടെ വിവാഹം കഴിച്ച് താമസിക്കുന്ന നന്ദകുമാർ IAS, ഇവരെല്ലാം അവരുടെ ഔദ്യോഗിക സ്വാധീനം ഈ ഫയൽ നീക്കുന്നതിന് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞ ഒരു പദ്ധതി. ഈ ഫയൽ പൊക്കിയെടുത്ത് ഇതൊക്കെ ചെയ്യാനുള്ള 38 പ്രാവശ്യം ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയെ സന്ദർശിച്ചിട്ടുണ്ട്. അവരെന്നെ കാണുമ്പോൾ ബൈപ്പാസ് എന്ന് വിളിച്ചു തുടങ്ങി ആ മഹതി. അന്നത്തെ KPCC അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തലയും ഇതിന് പല പ്രാവശ്യം നല്ലവണ്ണം ഇടപെട്ടു. ഒടുവിൽ കേന്ദ്ര ഗവൺമെൻറ് അതുവരെ പതിവില്ലാത്ത പകുതി ഫണ്ട് സംസ്ഥാനം വഹിക്കണം എന്ന ഒരു മുടന്തൻ ന്യായം വച്ചപ്പോൾ പോലും മാറാതെ ഇത് കൊടുത്തത് അല്പ തർക്കം പറഞ്ഞുവെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിയും അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ കെ.എം. മാണിയും ഉൾപ്പെടെ ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ ഉദ്ഘാടനം അപമാനകരമല്ലാത്ത നിലയിൽ നടത്താൻ MP-യെ അപമാനിച്ചുകൊണ്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് രാഷ്ട്രീയം എടുക്കൊന്നും ഇല്ല. അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി, അദ്ദേഹം തന്നെ ചേർന്ന് മുഖ്യമന്ത്രിയെയും ഉൾപ്പെടുത്തി തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന അഭിപ്രായമുള്ള ആളുകളാണ്. പക്ഷേ ശ്രീ പീതാംബരക്കുറുപ്പ്, ഇതിനകത്ത് ചോദ്യം പറഞ്ഞത് സംസ്ഥാനമായിരുന്നല്ലോ ക്ഷണിക്കേണ്ടിയിരുന്നത് പ്രധാനമന്ത്രി എന്നുള്ളൊരു ചോദ്യമാണ്. സംസ്ഥാനമായിരുന്നല്ലോ പ്രധാനമന്ത്രിയെ ക്ഷണിക്കേണ്ടത് ഇങ്ങനെ ഒരു ചടങ്ങിന്, അതുകൊണ്ടാണ് ബൈപ്പാസ് ചെയ്തില്ലേ MP എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത് CPM. അതിൽ രാഷ്ട്രീയം കണ്ടേക്കാം, പല കാരണങ്ങൾ കണ്ടേക്കാം. അത് എൻ്റെ ചർച്ചയിൽ തീരുന്നതോ നിൽക്കുന്നതോ ആയ കാര്യമല്ല. അത് അതിൻ്റെ ഉപരിതലത്തിൽ ചർച്ച ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ റോഡ് ഇനിയും ഇഴയ്ക്കുന്നത് ഒരു നല്ലതല്ല എന്നാണ് എൻ്റെ വിനീതമായ ഒരു വിശ്വാസം. ഇതിനു വേണ്ടി നല്ലവണ്ണം പണിയെടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും വളരെ ഔദാര്യത്തോടെ തെക്കേ ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യുന്ന കാര്യത്തിൽ സ്വാഭാവികമായി മടുപ്പ് തോന്നുന്ന വടക്കേ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ, മാത്രമല്ല ഈ ഹൈവേയുടെ കൺട്രോളിംഗ് ഓഫീഷ്യൽസ് മുഴുവനും ആന്ധ്രാക്കാരാണ് ബഹുഭൂരിപക്ഷം. അവർക്ക് കേരളം എന്ന് കേട്ടാൽ തന്നെ ഒരു അസ്വസ്ഥതയാണ്. അവരുടെ ഇടയ്ക്ക് ഈ ഫയൽ മുന്നോട്ട് നീക്കാൻ വളരെ സഹായിച്ച മലയാളികളായ വളരെ ഉയർന്ന ഉദ്യോഗസ്ഥലത്തിലുള്ളവരും നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ മുഖ്യമന്ത്രി, ഇത് ഞാൻ ആ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ട്, 2014 മെയ് മാസത്തിനും അതിന് മുൻപുമായിട്ടാണ് ഇതെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ടെൻഡർ, ഇതിൻ്റെ ഫണ്ട് അലോട്ട്മെൻറ്റ്, ഇതിൻ്റെ എഗ്രിമെൻറ്റ്, ഇതെല്ലാം. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്ത് നമ്മുടെ SP ഓഫീസിന് മുമ്പിൽ കൂടെയുള്ള ഓവർബ്രിഡ്ജ്, അതിൻ്റെ പണി തുടങ്ങാൻ വന്നപ്പോൾ ആ പണിയായുധങ്ങൾ പോലീസിനെ കൊണ്ട് എടുപ്പിച്ച് മാറ്റിയ ഒരു സാഹചര്യമുണ്ടായി. ഞാൻ അന്നവിടെ ചെല്ലുന്ന കാലമാണ്. എനിക്ക് അത്രയേറെ ആളുകളെ അന്ന് എല്ലാവരെയും പരിചയമില്ല. പക്ഷെ അതൊക്കെ നമ്മുടെ രാജ്യത്ത് നടക്കും. പക്ഷേ ഈ ബൈപ്പാസും കൊല്ലത്തെ തുറമുഖത്തിൻ്റെ ശോച്യാവസ്ഥയും പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒരുമിച്ച് നിൽക്കണം. ഇക്കാര്യത്തിൽ MP-യെ അപമാനിച്ചുകൊണ്ട് ചെയ്യുന്നത് ഒരു വിപ്ലവത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ കണക്കാക്കുന്നു. ഞാൻ തിരികെ വരാം ശ്രീ പീതാംബരക്കുറുപ്പ്. ശ്രീ M. നൌഷാദ്, ഇതിനകത്ത് RSP പറയുന്ന വിഷയം, RSPയുടെ കൃത്യമായിട്ടുള്ള ആരോപണം, ശ്രീ കോൺഗ്രസ് നേതാവ് ശ്രീ പീതാംബരക്കുറുപ്പും ആ ആരോപണം ഉന്നയിക്കാതിരിക്കുന്നില്ല. ഒരു ഉദ്ഘാടനം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ കേന്ദ്രമന്ത്രിക്കോ പങ്കെടുക്കാൻ പെരുമാറ്റച്ചട്ടം മൂലം കഴിയില്ല. അതുകൊണ്ട് ആ സമയത്തേക്ക് ഈ ഉദ്ഘാടനം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തി. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിൽ മനഃപൂർവ്വമായ ഒരു കാലതാമസം വരുത്തി.
അല്ല, തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. കോർപ്പറേഷൻ എങ്ങനെയാണ് കോർപ്പറേഷനെ സംബന്ധിച്ച് വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നത് കോർപ്പറേഷനല്ല. എത്രയോ വളരെ തെറ്റായ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. കോർപ്പറേഷൻ കറണ്ട് ചാർജ് അടയ്ക്കുക എന്നുള്ള ഉത്തരവാദിത്തം മാത്രമാണ്. അത് ആ എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് മാത്രമേ കോർപ്പറേഷന് മുമ്പിൽ ആ വിഷയം വരികയുള്ളൂ. എന്തൊരു അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. പിന്നെ MPയെ അപമാനിച്ചത് ഞങ്ങൾക്ക്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഞാനിപ്പോൾ ജനപ്രതിനിധിയായിട്ട് MLA ആയിട്ട് പിന്നെ 2.5 വർഷം കഴിയുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും 50-50 ആണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. 2014 മേയിൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആ ഒരു തർക്കവുമില്ല കുറിപ്പേട്ടാ. ഞാനത് ആദ്യമേ തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ. അന്ന് പ്രേമേന്ദ്രൻ MP അല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ 2.5 വർഷക്കാലത്തിനിടയിൽ ഇദ്ദേഹം പലപ്പോഴും വിലയിരുത്താൻ വരും. ബൈപ്പാസ് പുരോഗതി വിലയിരുത്തുന്നു. അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച നടത്തുന്നു. പക്ഷേ ഈ സംസ്ഥാന ഗവൺമെന്റ് പ്രതിനിധികളായ ഞങ്ങളെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കോ വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഇടപെടുന്നുണ്ട്. ഞങ്ങൾ പ്രസ്താവന കൊടുത്തിട്ടില്ല, ഇടപെടലുകൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള അപ്രോച്ച് റോഡിന്റെ കാര്യത്തിൽ, ഓടയുടെ കാര്യത്തിൽ ഒക്കെ തന്നെ ഞങ്ങളുടെ ഇടപെടലുകൾ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ജി സുധാകരൻ മിനിസ്റ്റർ വന്ന് വിലയിരുത്തൽ നടത്തിയപ്പോൾ, അവലോകനം മോണിറ്ററിംഗ് നടത്തിയപ്പോഴും, മേഴ്സിക്കുട്ടിയമ്മയുടെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് നടത്തുമ്പോഴും എല്ലാം കൃത്യമായി MPയെ വിളിച്ചിട്ടുണ്ട്. ഈ ബൈപ്പാസ് സന്ദർശനത്തിന് സുധാകരൻ മിനിസ്റ്റർ പോയപ്പോൾ MPയെ കൂട്ടിയാണ് പോയിട്ടുള്ളത്. MPയെ കൂട്ടിയാണ്. ഞങ്ങൾ ഒരു ജനപ്രതിനിധിയെയും മാറ്റി നിർത്തുന്നില്ല. വികസന കാര്യത്തിൽ കൊല്ലത്ത് ഈ പറയപ്പെടുന്ന MPയുടെ വക എന്ന് പറയാൻ അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി കൊല്ലത്തിന് എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ആ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ESA കോർപ്പറേഷൻ കഴിഞ്ഞ UDF ഗവൺമെന്റാണ് ഏറ്റെടുത്തത്. അതിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ ഒരു രോഗിയെ കിടത്താനോ അത് ഒരു ദിവസമെങ്കിലും പ്രവർത്തിപ്പിക്കാനോ കഴിഞ്ഞില്ല. ഇടയ്ക്ക് അതിന്റെ അംഗീകാരം നഷ്ടപ്പെടാൻ പോകുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥ എന്ന പ്രസ്താവന നടത്തിയ ആളാണ് പ്രേമേന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അത് വളരെ ഭംഗിയായി നടക്കുന്നു. അങ്ങനെ അംഗീകാരം നഷ്ടപ്പെടുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണെങ്കിൽ അതിന്റെ അംഗീകാരം നേടിയെടുത്തത് ആ സംസ്ഥാന ഗവൺമെന്റിന്റെ മിടുക്കല്ലേ? അങ്ങനല്ലേ കാര്യങ്ങളെ കാണേണ്ടത്? യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താതെ ഇവിടെ ഇപ്പൊ സ്വാഭാവികമായി ഫെബ്രുവരി 2 ഞങ്ങൾ എന്തിന് നീട്ടിക്കൊടുക്കണം? നീട്ടിക്കൊണ്ടുപോയത് കൊണ്ട് ഞങ്ങൾക്ക് എന്ത് നേട്ടം? ഇവിടെ ജനങ്ങൾക്ക് ഇത്രയും വളരെ കൃത്യമായി ഓഗസ്റ്റിൽ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ഇതിലെ ചൂരലുമായിട്ട് നിൽക്കുന്ന കണക്ക് ഒരു 2 മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജി സുധാകരനും അതുപോലെ തന്നെ മേഴ്സിക്കുട്ടിയമ്മയും ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. വളരെ കൃത്യമായി ശ്രീ അസീസ് ചേട്ടൻ ഉൾപ്പെടെ പറഞ്ഞല്ലോ. ശ്രീ സുധാകരന്റെ മിനിസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ആ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ആ പണി പൂർത്തീകരിച്ചത് ഒരിക്കലും കൊല്ലത്തുകാര് മണ്ണും ചാരി നിന്നവൻ പെണ്ണ് കൊണ്ടുപോകാൻ അത് അനുവദിക്കില്ല. അവർക്കത് കൃത്യമായി മണ്ണ് ചാരി നിൽക്കുന്നതാരാണ്, ജോലി ചെയ്യുന്നതാരാണ് എന്നൊക്കെ കൃത്യമായി കൊല്ലം നിവാസികൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വേവലാതിയുമില്ല. 2-ാം തീയതി നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ 15-ാം തീയതി വരാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. സന്തോഷം, അത് നടക്കട്ടെ. എങ്ങനെ ആയാലും സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഇത് തുറന്നു കിട്ടുക, ആ തുറന്ന് തരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഇവിടെ രാഷ്ട്രീയമില്ലാതെ വർത്തമാനം പറഞ്ഞവർ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ അതാണ് CPM-ന്റെ നിലപാട്. ഇത് ആര് ഉദ്ഘാടനം ചെയ്താലും, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്താലും CPM എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ ഈ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ ക്ഷണിക്കേണ്ടത് സംസ്ഥാനം നേരിട്ടായിരുന്നില്ലേ? അതിൽ ഒരു ബൈപ്പാസ് ചെയ്യുകയായിരുന്നോ NK പ്രേമചന്ദ്രൻ എന്ന ചോദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ പീതാംബരക്കുറുപ്പിനോട് തന്നെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ വിഷയത്തിലുള്ള രാഷ്ട്രീയം താൻ ചർച്ച ചെയ്യുന്നില്ല, പക്ഷെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണല്ലോ. ശ്രീ അസീസ് കേൾക്കുന്നുണ്ടോ? ടെലിഫോണിൽ അദ്ദേഹം തിരികെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് ഇപ്പോൾ നേരത്തെ ശ്രീ പീതാംബരക്കുറുപ്പ് പറയുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിനെടുത്ത എഫർട്ട്, UDF ഈ വിഷയത്തിനെടുത്ത എഫർട്ട്, വർഷങ്ങളുടെ കണക്ക് അദ്ദേഹം നീട്ടുകയും ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുന്ന ആൾക്ക് പദ്ധതിയുടെ ക്രെഡിറ്റ് പോകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യം നടക്കുമ്പോൾ CPM-ഉം BJP-യും ആ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ
പോകുകയാണോ വീണ്ടും കോൺഗ്രസിനെ സംബന്ധിച്ച്? അല്ല, രാഷ്ട്രീയ രംഗത്ത് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഉണ്ടാവും. എൻ കെ പ്രേമചന്ദ്രൻ വളരെ പ്രഗത്ഭനായ ഒരു പാർലമെന്റേറിയനാണ്, നല്ല ഒരു MP ആണ്, വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നേരത്തെ അദ്ദേഹം BS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൽ, ഇടത് ഗവൺമെൻറ്റിലെ ജലസേചന മന്ത്രിയായിരുന്നു. BS അച്യുതാനന്ദൻ്റെ പ്രഗത്ഭരായ മന്ത്രിമാരിൽ മുൻനിരയിൽ തന്നെ എൻ കെ പ്രേമചന്ദ്രനുണ്ടായിരുന്നു, യാതൊരു സംശയവുമില്ല. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ പ്രാഗൽഭ്യമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയമാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനകത്ത് വലിയ രാഷ്ട്രീയമുണ്ട്. കാരണം കേരളത്തിൽ BJPയുടെ റോൾ എന്ത്? പ്രത്യേകിച്ച് ഈ ബൈപ്പാസിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നമുക്കറിയാം, ജനസാന്ദ്രത വളരെ ഏറിയ ഒരു സ്ഥലമാണ് കേരളം. ഇവിടെ റോഡിന് വീതിയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ, നമ്മുടെ കൊച്ചു പിള്ളേരൊക്കെ റോഡിൽ ഇങ്ങനെ ദിവസേന പിടഞ്ഞ് വീണ് മരിക്കുകയാണ്, കാറിടിച്ചും മോട്ടോർ സൈക്കിൾ അപകടത്തിലും ഒക്കെ. കാരണം റോഡിന് വീതിയില്ല, നല്ലൊരു ഗതാഗത സംവിധാനം നമുക്കില്ല, നല്ലൊരു പോലീസ് സർവൈലൻസ് നമുക്കില്ല. ഇതൊക്കെ മൂലം ഇപ്പോൾ ഒരു ലോകത്തൊരു യുദ്ധമൊക്കെ നടന്നാൽ കൂടി ഒരു 5-10 പേരൊക്കെയാണ് മരിക്കുന്നത്. അങ്ങനെ മരിക്കുമ്പോൾ ആ ഒരു യുദ്ധത്തിൽ 5-10 പേര് മരിക്കുമ്പോൾ പോലും നമ്മുടെ വാർത്താമാധ്യമങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു കൊല്ലം മരിക്കുന്നത് 4500-5000 പേരാണ്, അധികവും കുട്ടികൾ. എന്താണ് റോഡിൻ്റെ അപര്യാപ്തത? പണ്ട് CP രാജഭരണകാലത്ത് ഇവിടുത്തെ ദിവാൻ CP കോട്ടയത്തൊരു യോഗം വിളിച്ചപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കോട്ടയം ഒരു വളരുന്ന പട്ടണമാണ്, അത്യാവശ്യപ്പെട്ട നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ വളരെ പുറകിലാണ്, ഇവിടെ ഒരു ബൈപ്പാസ് വേണം. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് സർ CP എന്ന ദിവാൻ കോട്ടയത്ത് നടത്തിയ പ്രസംഗമാണ്. കോട്ടയത്ത് ഇന്നും ഒരു ബൈപ്പാസ് ഉണ്ടായിട്ടില്ല. 1971 പണി ആരംഭിച്ച കൊല്ലം ബൈപ്പാസ് ഇപ്പോഴാണ് തീർക്കുന്നത് എന്ന് ഓർക്കണം. 1971 മുതൽ എത്രയോ വർഷം കഴിഞ്ഞിരിക്കുന്നു, അതും കൂടി ഓർക്കണം. ഇവിടെ കേരളത്തിന് ബൈപ്പാസുകൾ ആവശ്യമാണ്, നല്ല റോഡുകൾ ആവശ്യമാണ്, യാതൊരു സംശയമില്ല. അതിനുവേണ്ടി മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയണം, ഉറക്കെ പറയണം. പക്ഷേ ഇത് പൂർത്തീകരിച്ച് ഇപ്പം കണ്ണൂർ എയർപോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. ഗഡ്കരി ഉണ്ടായിരുന്നു അവിടെ. രണ്ടുപേരും സന്തോഷത്തോടു കൂടി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്, യാതൊരു സംശയമില്ല. എന്നാൽ കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വലിയ ജാഗ്രത കാണിച്ചു, വലിയ ഉത്സാഹം കാണിച്ചു. അതുകൊണ്ട് തന്നെയാണ് ആ എയർപോർട്ടിൻ്റെ വേഗത്തിലുള്ള പണി തീർത്തത്. പക്ഷേ ഉദ്ഘാടനം ചെയ്യാനുള്ള യോഗമോ ഭാഗ്യമോ എന്തുമാവട്ടെ, അതിനുള്ള സാധ്യത കിട്ടിയത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷേ കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, മുഖ്യമന്ത്രി പിണറായി വിജയൻ സജീവ താല്പര്യം എടുത്തിട്ടാണ് ഇതിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. അത് BJPക്ക് അതിന് ക്രെഡിറ്റ് കൊണ്ടുപോകത്തക്കവണ്ണം UDFിൻ്റെ ഒരു MP പരിശ്രമിക്കുന്നില്ലേ എന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷേ CPM ഇതിനകത്ത് ശ്രീ ജേക്കബ് ജോർജ് വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ട് മാത്രം അഭിപ്രായം നടത്തുന്നു. പ്രധാനമന്ത്രിയെ ക്ഷണിക്കേണ്ടത് സംസ്ഥാനമല്ലേ എന്ന് ചോദിച്ച ഇടത് നേതാക്കൾ പോലും ഇപ്പോൾ അതിനകത്ത് വളരെ സേഫ് സോണിൽ നിന്നുകൊണ്ട് ഒരു അഭിപ്രായം നടത്തുന്നു. നേരത്തെ മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് അനുവദിക്കുകയല്ലേ വേണ്ട? ആ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇതിനകത്ത് CPM ഇപ്പോൾ നടത്തുന്നത്. അത് ഒരു ഉത്തരവാദിത്തമുള്ള ഒരു ഭരണകക്ഷി അങ്ങനെ ചെയ്യുള്ളൂ ഈ കേരള രാഷ്ട്രീയത്തിൽ. ഒരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ സാധാരണഗതിക്ക് ഒരു പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ കുറഞ്ഞതൊരു 15-20 ദിവസത്തെയെങ്കിലും തയ്യാറെടുപ്പ് വേണ്ടിവരും. അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ട റോഡുകളെല്ലാം തയ്യാറാക്കണം, സെക്യൂരിറ്റി എല്ലാം പലതവണ ചെക്ക് ചെയ്യണം. കാരണം ദേശീയ ലെവലിലെ വലിയ സെക്യൂരിറ്റി ആവശ്യപ്പെടുന്ന ഒരു നേതാവാണ്, ഒരു ഭരണകർത്താവാണ് പ്രധാനമന്ത്രി. പക്ഷേ ഇവിടെ നോക്ക്, ഇന്ന് എത്രാം തീയതിയായി? ഇന്ന് 5-6 ദിവസമേ ഉള്ളൂ. 6 ദിവസം മതി. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കാൻ 6 ദിവസത്തെ നോട്ടീസേ ആവശ്യമുള്ളൂ. കാരണം കേരളം അത്ര സുരക്ഷിതമാണ്. കേരളത്തിൽ ക്രമസമാധാന നില ഈ കേരളത്തിൽ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഒരു പ്രശ്നമില്ല. പക്ഷേ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്തിൽ 7 ദിവസം കൊണ്ട് പോകാൻ പറ്റില്ല പ്രധാനമന്ത്രിക്ക്. ഉത്തർപ്രദേശിൽ പോകാൻ പറ്റുമോ? BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി 7 ദിവസം നോട്ടീസ് കൊണ്ട് പോകുമോ? പോവില്ല. അതാണ് കേരളം. അതാണ് കേരളത്തിൻ്റെ സൗന്ദര്യം, കേരളത്തിൻ്റെ മഹത്തരമായ കേരളത്തിൻ്റെ സ്വഭാവം അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ധൈര്യമായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യാം. അന്ന് CPM അല്ല, ഏത് ഗവൺമെൻറ് ആണെങ്കിലും പൂർണ്ണ മനസ്സോടെ അദ്ദേഹത്തെ സ്വീകരിക്കും. ശ്രീ N. പീതാംബരക്കുറുപ്പ്, പ്രധാനമന്ത്രി വരുന്നത് വലിയ കാര്യം തന്നെ, അത് അംഗീകരിക്കാം. പക്ഷേ UDFിന്റെ ഒരു MP അത് അങ്ങനെ വരുന്നതിലൂടെ BJPക്ക് ക്രെഡിറ്റ് നേടിക്കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആരോപണം. തന്ത്രങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാം, പക്ഷെ കുതന്ത്രങ്ങൾ ആക്കി തീർക്കാൻ, തന്ത്രങ്ങളെ കുതന്ത്രങ്ങളാക്കി
വ്യാഖ്യാനിച്ചെടുത്ത് ഓമനിക്കാനുള്ള ഒരു ശ്രമം ദുഃഖകരമാണ്. തൻ്റെ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇന്ത്യയുടെ പരമോന്നതനായ ഭരണാധികാരി വന്നാൽ ഇത്രയും വിഭവ സമൃദ്ധിയുള്ള പ്രകൃതി സമൃദ്ധിയുള്ള കൊല്ലത്ത്, ഇപ്പോൾ നേരത്തെ അവിടെ ഇന്ത്യയുടെ പ്രസിഡന്റ് വന്നു, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ടൂറിസ്റ്റുകൾ തുടർന്ന് കൊല്ലത്ത് വന്നു, കൊല്ലത്ത് സീ പ്ലെയിൻ വന്നു, അത് മത്സ്യത്തിൻ്റെ മുട്ട ഉടഞ്ഞു പോകുമെന്ന് വിചാരിച്ചത് നിരുത്സാഹപ്പെടുത്തി കളഞ്ഞു. ഇപ്പോൾ ഈ പുതിയ പാലം വന്നപ്പോൾ കൊല്ലത്തിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആളുകൾക്ക് ആസ്വദിക്കണമെങ്കിൽ അഷ്ടമുടിക്കായലിൻ്റെ കുറുകെയുള്ള ഈ പാലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അനവധി ടൂറിസ്റ്റ് ഹോട്ടലുകൾക്കും ടൂറിസ്റ്റ് സങ്കേതങ്ങൾക്കും വികസന സാധ്യതയ്ക്കും വഴിയൊരുക്കുന്ന ഒന്നാണ് ഈ ബൈപ്പാസ്. ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുന്നുവെങ്കിൽ അത് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കൂടി കിട്ടുന്ന ഒരു ക്രെഡിറ്റാണ്. അദ്ദേഹത്തെ അതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ ഒരു അലസണ്ടയുണ്ടാക്കി ഏതിനും കലാപം ആദ്യം വിളമ്പുന്ന ഒരു രീതി നമുക്ക് നാടിൻ്റെ വികസനത്തിന് ആപത്കരമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിക്ക് വന്നാൽ കൊല്ലത്ത് സ്പോട്ടിൽ ഇറങ്ങാൻ കഴിയത്തക്കവണ്ണം ഹെലിപ്പാഡ് സൗകര്യം ഉണ്ട്, അദ്ദേഹത്തിന് വരാൻ കഴിയും. പക്ഷേ മുഖ്യമന്ത്രിയെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ കൊല്ലത്തെ MP ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആ നിലയിൽ പ്രവർത്തിക്കാൻ ഇടയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കൊല്ലത്തെ വളരെ പ്രഗത്ഭനായ ഒരു പൊതുപ്രവർത്തകനാണ് അവിടുത്തെ ഇരൂരം MLA ശ്രീ നൗഷാദ്. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. വളരെ രാഷ്ട്രീയമായ ഒരു പ്രതികാര വാഞ്ചയില്ലാതെയാണ് അദ്ദേഹം താരതമ്യേന സംസാരിച്ചത്. കൊല്ലത്തിൻ്റെ വികസനം, ഇപ്പം തന്നെ കൊല്ലത്തിന് വരാൻ പോകുന്ന ഒരു ഭാഗ്യം നിങ്ങൾ അറിയണം. രണ്ട് പുതിയ വലിയ റോഡുകൾക്ക് അത് രണ്ടും കൂടി കടന്നു പോകുന്നത് 3 നാഷണൽ ഹൈവേയുടെ കടന്നു പോകുന്ന ബൈപ്പാസാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതായത് NH47 ഇപ്പോൾ 66 മാറി. അതുപോലെ NH183 കൊല്ലം കൊട്ടാരക്കര ദിണ്ടുക്കൽ ഹൈവേ അത് ഈ റോഡിലാണ് വന്ന് മുറിയുന്നത്. അതുപോലെ തീർച്ചയായും ശ്രീ പീതാംബരക്കുറുപ്പ്, ജനകീയ വിഷയം ബൈപ്പാസ് തന്നെയാണ്, ജനങ്ങളുടെ വിഷയം. പക്ഷേ രാഷ്ട്രീയ വിഷയം പക്ഷേ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നതുമല്ല. ശ്രീ M. നൗഷാദ്, ഇതിനകത്ത് ഒറ്റ ചോദ്യം കൂടിയാണ് ബാക്കി. ഈ ഫെബ്രുവരി 2 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒന്ന്. രണ്ടാമത്തത് സംസ്ഥാന സർക്കാർ ക്ഷണിക്കാതെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തുന്നത് ശരിയല്ല എന്ന്. ഇത് രണ്ടും ഇടതിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു നീക്കം MP-യുടെ ഭാഗത്ത് നിന്നുണ്ടായതോടുകൂടി പിന്നെ CPM അതിനെ പ്രതിരോധിക്കാനില്ല. ശ്രീ M. നൗഷാദ്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ പ്രതിരോധത്തിൻ്റെയും മറ്റൊന്നുമില്ലല്ലോ. ഈ കൊല്ലത്തുകാർക്ക് ഇതെല്ലാം വസ്തുതകൾ കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഒരുപാട് പേരുടെ ഈ ബൈപ്പാസ് പൂർത്തീകരണത്തിൽ ഒരുപാട് പേരുടെ പങ്കുണ്ട്. ആ പങ്കിന്റെ ആ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ഇപ്പൊ കുറുപ്പേട്ടന് ഒരു പങ്കുണ്ട്, ഞങ്ങളത് നിഷേധിക്കുന്നില്ല. UDF ഗവൺമെന്റിന് ഒരു പങ്കുണ്ട്, അത് നിഷേധിക്കുന്നില്ല. പക്ഷേ ഇവിടെ മേഴ്സിക്കുട്ടിയമ്മ, P. രാജേന്ദ്രൻ, KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉൾപ്പെടെ നയനാരുടെ ഗവൺമെന്റ് ഒക്കെ തന്നെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കിയാൽ ആ ലിസ്റ്റിൽ ഒരിടത്തും കാണാത്തൊരു പേരാണ് ഈ പ്രേമചന്ദ്രൻ എന്നുള്ളതരുത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. 2004 ഇത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ കൊല്ലത്തിന്റെ MP ആയത്. ഈ 2016 വരെ ഒരു പണിയും നടന്നിരുന്നില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ പണി പൂർത്തീകരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് കൊല്ലത്തുകാർക്ക് നന്നായിട്ട് അറിയാം. ബൈപ്പാസിന്റെ വിഷയമാണ് ഇത്ര നേരം പറഞ്ഞു വന്നത്. അവസാനിക്കുന്നതിന് മുൻപ് കേരളം കണ്ട ഒരു വാക്പോരു കൂടിയുണ്ട് ഇതിന് പിറകിൽ എന്നുള്ള ചില കണക്കുകൾ കൂടി എഴുതിത്തള്ളി അവസാനിപ്പിക്കണോ ചർച്ച? അല്ല, നമുക്ക് എന്തൊക്കെയാണെങ്കിലും കേരളത്തിൽ എന്ത് സംഭവിച്ചാലും അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമായിട്ടൊരു വിവാദമാവും, യാതൊരു സംശയമില്ല. ഇവിടെ പ്രേമേന്ദ്രനും CPM തമ്മിൽ ഉടക്കൊണ്ടാ പറഞ്ഞത് നമുക്കറിയാമല്ലോ. പ്രേമേന്ദ്രനെ സീറ്റ് കൊടുക്കാഞ്ഞിട്ട് RSP തന്നെ വിട്ടുപോയി. തിരിച്ച് RSP UDF ചേർന്നു. എന്നിട്ടുണ്ടായ സ്ഥിതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രേമേന്ദ്രന് ആ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ MA ബേബിയാണ് പരാജയപ്പെടുത്തത്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ചിലർ കാര്യമൊന്നുമില്ല. CPM-ന് കനത്ത പ്രഹരമേൽപ്പിക്കാൻ പ്രേമചന്ദ്രന് കഴിഞ്ഞു. ഇതാ വീണ്ടും 2019 വരുന്നു, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പ്രേമചന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാവും സ്വാഭാവികമായിട്ടും, യാതൊരു സംശയമില്ല. ഈ പീതാംബരക്കുറുപ്പിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ സീറ്റ് തിരിച്ചു വേണമെന്ന് ആവശ്യപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രേമചന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കും. CPM ആയിരിക്കും പ്രധാന ശത്രു രാഷ്ട്രീയമായിട്ട്. അവിടെ പ്രേമചന്ദ്രന് ജയിക്കണം.
അത് അദ്ദേഹമായി അതിൻ്റെതായ തന്ത്രങ്ങൾ പ്രയോഗിക്കും. അത് കുതന്ത്രമൊന്നും അല്ല പീതാംബരക്കുറുപ്പ്, അത് തന്ത്രങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനെ ജനങ്ങൾ എങ്ങനെ വീക്ഷിക്കുന്നു, കോൺഗ്രസ് എങ്ങനെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യം. കോൺഗ്രസിന് ഇത് സഹിക്കുമോ? അതായത് സ്വന്തം പാളയത്തിലെ ഒരു MP BJP നേതാവായ നരേന്ദ്രമോദിക്കെതിരെ അവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ പട നയിച്ചുകൊണ്ടിരിക്കെ ഒരു MP BJP നേതാവ് പ്രധാനമന്ത്രിയെ മണ്ഡലത്തിൽ ഒരു ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. ഇവിടെ കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ ഒഴിവാക്കുന്നു. ഒരു MP-യുടെ ക്ഷണം പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു. കേവലം ഒരു കൊച്ചു ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി. തീർച്ചയായും ലക്ഷ്യങ്ങൾ രാഷ്ട്രീയമാണെങ്കിലും ജനങ്ങൾക്ക് ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വിഷയം തന്നെ. മുഖ്യമന്ത്രിയെ ബൈപ്പാസ് ചെയ്തോ MP എന്ന ചോദ്യമായിരുന്നു പ്രൈം ഡിബേറ്റ് ചോദിച്ചത്. അതേ എന്ന് 51%, അല്ല എന്ന് 49% പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി ശ്രീ M. നൌഷാദ്, N. പീതാംബരക്കുറുപ്പ്, ജേക്കബ് ജോർജ്, ഒപ്പം A. അസീസും. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.